അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ. ഏറെ സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളെ, പ്രിയ നിറഞ്ഞ MSM-ൻ്റെ ഹൈസെക് പ്രതിനിധികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ആദർശ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഹൈസെക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സമാപന സന്ദർഭത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പസ് കലാലയങ്ങളിൽ ധാർമ്മികത വളർത്തുവാനും അധാർമികതകൾക്കെതിരെ സംസാരിക്കുവാനുമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്. മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതിയെ സംബന്ധിച്ച് ധാരാളമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ സംഘടിപ്പിക്കുവാൻ, ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് ധാർമ്മികത പകർന്നു നൽകുവാൻ MSM-ൻ്റെ ഹൈസെക് പോലെയുള്ള കൂട്ടു ഫാമിലി മീറ്റുകൾ പോലെയുള്ള പ്രീ ഹൈസെക്കുകൾ പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ ജില്ലാ സമിതിക്കും മണ്ഡലം സമിതികൾക്കും ശാഖാ സമിതികൾക്കും സാധിച്ചു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം പ്രചരിപ്പിക്കുക എന്ന അതിഗംഭീരമായ അതിമനോഹരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നതിൻ്റെ കൺകുളിർക്കുന്ന കാഴ്ചയാണ്. ഈ സമ്മേളനത്തിൻ്റെ പന്തലിൽ ഇന്ന് രാവിലെ 8:30 മണി മുതൽ ഈ സമയം വരെ നിങ്ങൾ പ്രയാസങ്ങൾ സഹിച്ച്, പ്രതിസന്ധികൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് കൂടി നിന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. നാം പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ ശാഖകൾ, നമ്മുടെ മണ്ഡലങ്ങൾ പടച്ച റബ്ബിൻ്റെ ദീനിൻ്റെ ആശയങ്ങൾ എത്തിയിട്ടില്ലാത്ത, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആശയങ്ങൾ എത്തിയിട്ടില്ലാത്ത നമ്മുടെ ശാഖകളിലേക്ക്, നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് MSM-ൻ്റെ പ്രവർത്തകരെ, MGM-ൻ്റെ പ്രവർത്തകരെ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. നമ്മുടെ ഓരോ ക്യാമ്പസിൻ്റെ മുക്കിലും മൂലയിലും, നമ്മുടെ ശാഖകളിൽ ഓരോ വീടാന്തരം കയറിയിറങ്ങി MSM-ൻ്റെയും KNM-ൻ്റെയും ISM-ൻ്റെയും MGM-ൻ്റെയും പ്രവർത്തകരെ കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങളും ഇസ്ലാമിൻ്റെ ആദർശങ്ങളും പ്രചരിപ്പിക്കുവാൻ പ്രിയപ്പെട്ട MSM-കാരാ, പ്രിയപ്പെട്ട MGM-ൻ്റെ പ്രവർത്തകരെ, നമ്മൾ ഉണ്ടാകണം കൂടെ. നമ്മുടെ തലനിറച്ച KNM-ൻ്റെ പ്രവർത്തകന്മാർ ചുക്കിച്ചൊളിഞ്ഞ തൊലികളുമായി, ക്ഷീണം ബാധിച്ച എല്ലുകളുമായി ഇസ്ലാഹി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി ആദർശം ഈ കേരളത്തിൻ്റെ മണ്ണിൽ പ്രചരിപ്പിക്കുവാൻ അഹോരാത്രം കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ശക്തി പകരാൻ, നിങ്ങൾ വിശ്രമിച്ചാലും ആ ദൗത്യം ഏറ്റെടുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിൻ്റെ, ആ കരുത്തുറ്റ ആദർശത്തിൻ്റെ സന്ദേശം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ, കേരളത്തിനകത്തും പുറത്തുമായി പ്രചരിപ്പിക്കുവാൻ MSM ഉണ്ടെന്ന ഉറച്ച ബോധ്യം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപ്പമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഇനിയും നമ്മുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ ശാഖകളിൽ ആർത്തിരമ്പുന്ന തിലമാലകളെ പോലെ അധാർമികതക്കെതിരെ സംസാരിക്കാൻ MSM-ൻ്റെ ചുണക്കുട്ടികൾ ഉണ്ടാകുമെന്ന ഉറക്കമുള്ള പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടവരായിക്കൊണ്ട് നമ്മുടെ മണ്ഡലങ്ങളിലേക്ക്, ശാഖകളിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നജ്മിൻ്റെ 2 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തന്ന ഒരാശയമുണ്ട്. വലൈസൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവൻ ദുനിയാവിൽ ചെയ്തതെന്തോ, അവൻ ഈ ഇഹലോകത്ത് ചെയ്തതെന്തോ, അല്ലാഹുവിൻ്റെ വായു ശ്വസിച്ച്, അല്ലാഹുവിൻ്റെ വെള്ളം കുടിച്ച്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ച്, പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിൽ നീ ജീവിച്ചതെങ്കിൽ നാളെ പരലോകത്ത് നിന്റെ ഇടത് കൈയിലൂടെ ആ ഗ്രന്ഥം നിനക്ക് കാണിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിരല് കടിച്ചവരായി ചെയ്തു പോയ പ്രവർത്തനങ്ങൾ മുഴുവനും പാറിക്കളിക്കുന്ന ധൂളികളായി, ഹതഭാഗ്യവരായി നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും ഖാറൂനിൻ്റെയും കൂടെ
നരകത്തിലേക്ക് പതിക്കേണ്ടി വരുന്ന ഒരു ദുരാവസ്ഥ MSMന്റെ ഹൈസക്കിൽ പങ്കെടുത്ത, MSMന്റെ മോറൽ കണക്കിൽ പങ്കെടുക്കുന്ന, MSMന്റെ CRE പഠിതാക്കൾക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് പരലോകത്ത് അധാർമികതക്ക് കൂട്ടുപിടിച്ചതിന്റെ പേരിൽ, ധാർമ്മികതക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ നമ്മുടെ സൗഹൃദ വലയങ്ങൾ മുഴുവനും നരകത്തിലേക്ക് പതിക്കുമ്പോൾ ഞാനൊരു മുജാഹിദാണെന്നും ഞാനൊരു മുവഹിദാണെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ പ്രിയപ്പെട്ട MSMകാര നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കലാലയങ്ങളിൽ അധാർമികത വളരുമ്പോൾ ആ അധാർമികതകൾക്കെതിരെ പോരാടാൻ, ഏത് നിലക്കുള്ള അധാർമികതകൾ വളർന്നാലും അവക്കെതിരെ സംസാരിക്കാൻ, അവർക്കെതിരെ ഉറച്ച നിലപാടുകൾ എടുക്കാൻ MSMന്റെ പ്രവർത്തകർക്ക് ആ അറ്റൻ ടൈമിൽ സാധിക്കുക എന്നുള്ളത് MSMക്കാരന് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിന്നിരുന്ന ഈ പന്തൽ എത്രയോ ദിവസങ്ങളായി, എത്രയോ ആഴ്ചകളായി, എത്രയോ മാസങ്ങളായി MSMന്റെ ജില്ലാ പ്രവർത്തകരും MSMന്റെ മണ്ഡലം ഭാരവാഹികളും MSMന്റെ ശാഖാ ഭാരവാഹികളും അവരവരുടെ യൂണിറ്റുകളിലും അവരവരുടെ മണ്ഡലങ്ങളിലും അവരവരുടെ ജില്ലകളിലും അഹോരാത്രം കെട്ടപ്പെട്ടതിൻ്റെ ഒരു വലിയ റിസൾട്ട്, ഒരു വലിയ ഫലമാണ് ഈ കാണുന്ന പന്തൽ. ആ പന്തലിന്റെ താഴെ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ വന്നിരിക്കാൻ തുടങ്ങുന്ന സമയം, ആ സമയം തൊട്ടാണ് നിങ്ങൾ ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചതെങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങളെ വരവേൽക്കാൻ അരീക്കോടിന്റെ പ്രദേശങ്ങളിലും അരീക്കോടിന്റെ സമീപങ്ങളിലും ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലും കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി പ്രയാസങ്ങൾ സഹിച്ച ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, KNMന്റെ ഉപ്പമാരുണ്ട്, ISMന്റെ ഇക്കാക്കമാരുണ്ട്, MGMന്റെ ഉമ്മമാരുണ്ട്, സ്റ്റുഡൻസ് വിങ്ങിന്റെ സഹോദരിമാരുണ്ട്. ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ? ഞാനൊന്നും ഇതിലില്ല, ഞാനൊന്നും ഇതിലേക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ, ഇതിനെ ചെറുതാക്കി കാണാൻ MSMന്റെ ഹൈസക്ക് പ്രഖ്യാപിച്ചത് മുതൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മനസ്സിനെ വേദനിപ്പിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ ഇത്ര പണം ചെലവഴിക്കുന്നത്, ആരെ കാണിക്കാനാ എന്ന് പരിഹാസത്തോടെ, പുച്ഛത്തോടു കൂടെ സോഷ്യൽ മീഡിയകളിൽ കമന്റുകൾ ഇട്ട ആളുകളുണ്ട്. ആ ആളുകൾക്ക് മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശത്തെ തകർക്കാൻ, ആ ആദർശത്തെ വെല്ലുവിളിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ എന്നല്ല, ലോകത്തിന്റെ മണ്ണിൽ വളർന്നു വരുന്ന ഒരു തിയറിക്കും ഒരു പാശ്ചാത്യ സംസ്കാരത്തിനും കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ആ പ്രഖ്യാപനമാണ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവസാനിക്കുകയാണ്. ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ശാരീരികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. KNMന്റെ അരീക്കോട് മണ്ഡലം ഭാരവാഹികൾ, ഇവിടുത്തെ ജംഇയ്യത്തുൽ മുജാഹിദിന്റെ ഭാരവാഹികൾ, MGMന്റെ പ്രവർത്തകർ, സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രവർത്തകർ, ISMന്റെ ഭാരവാഹികൾ, ജില്ലയുടെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഈ സന്ദേശവുമായിക്കൊണ്ട് MSMന്റെ ഭാരവാഹികൾ കടന്നു വന്നപ്പോൾ ആ സന്ദേശത്തെ സ്വീകരിക്കാൻ, സന്തോഷത്തോടെ കൂടെ സ്വീകരിക്കാൻ ഞങ്ങളൊപ്പം നിന്ന് തന്ന ഭാരവാഹികളുണ്ട്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ക്യാമ്പസിന്റെ ചുറ്റുപാടുകളിൽ ഇതിനുവേണ്ടി അഹോരാത്രം കെട്ടപ്പെട്ട ആളുകളുണ്ട്. ഇന്നലെ രാത്രി, ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴ പെയ്ത് ഈ നിങ്ങളിരിക്കുന്ന പന്തലിന്റെ ഒരു ടാർപ്പായ പറന്നുപോയപ്പോ മനസ്സ് വിതുമ്പിയിട്ടുണ്ട്. പടച്ചോനെ, നാളെ രാവിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരുമ്പോ അവർക്ക് എന്തെങ്കിലും പ്രയാസം നേരിടേണ്ടി വന്നാൽ ഉത്തരവാദി ഞങ്ങളാണല്ലോ എന്ന പേടി കാരണത്താൽ ഒരു ടാർപ്പായ പാറിപ്പോയപ്പോഴേക്ക് ശക്തമായ കാറ്റടിച്ചപ്പോ, ശക്തമായ മഴ പെയ്തപ്പോ ആ ഗ്രൗണ്ടിന്റെ വലതുഭാഗത്ത് കൂടെ ഈ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വെള്ളം ഒലിച്ചു വന്നപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹാരായി നിന്നു പോയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷകളായിരുന്നു മനസ്സിൽ. ഇന്നിന്റെ ദിവസം MSMന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ, നിങ്ങൾ സഹിച്ച പ്രയാസങ്ങളില്ലേ, നാളെ പരലോകത്ത് അല്ലാഹു പറഞ്ഞു, അവിടെ കാണും നിങ്ങൾക്ക്. ഭക്ഷണം കഴിക്കാത്ത വളണ്ടിയർമാരുണ്ട്. ഇന്ന് നേരം വെളുത്തത് മുതൽ ആ വെയിലത്ത് നിന്ന് മാറാൻ കഴിയാതെ പ്രയാസപ്പെട്ട വളണ്ടിയർമാരുണ്ട്. എവിടുന്ന പ്രതിഫലം? ഈ സംസാരം കൊണ്ടോ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ടോ പരിഹാരമാകില്ല എന്നറിയാം. എങ്കിലും പടച്ച റബ്ബിന്റെ അടുക്കൽ അർഹമായ പ്രതിഫലം പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസം, ആ സന്തോഷം, ഉന്നതമായ ആ വിജയം
ആ വിജയം കരസ്ഥമാക്കുക എന്ന് മാത്രമാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം. അതുകൊണ്ട് പ്രിയപ്പെട്ട മണ്ഡലം ഭാരവാഹികളെ, നിങ്ങൾ മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഇസ്ലാം ദീനിൻ്റെ വെള്ളി വെളിച്ചം നമ്മുടെ മണ്ഡലങ്ങളിലേക്ക്, ശാഖകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.